ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിലെ കിടിലൻ 2 മത്സരങ്ങളെ കുറിച്ചാണ്. അതിൽ കിഡിലോസ്കി എന്ന് പറയുന്ന ഒരു മത്സരമുണ്ട്. ഏതാ പറയാൻ ആ മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതിനുശേഷം സ്പോർട്ടിംഗ് സിറ്റി വിസസ് ആഴ്സണൽ മത്സരം നടക്കാൻ പോകുന്നുണ്ട്. റയൽ മാഡ്രിഡ് വിസസ് ബായൺ മ്യൂണിക് മത്സരം റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടായ ബെർണബോയിൽ വെച്ച് നടക്കുന്നത്. അപ്പോ സ്പോർട്ടിംഗ് സിറ്റി ഹോം ഗ്രൗണ്ട് വെച്ചാണ് ആഴ്സണലിനെ സ്പോർട്ടിംഗ് സിറ്റി നേടാൻ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും നാളത്തെ മത്സരത്തിന്റെ ഒരു പ്രഡിക്ഷനും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ബോക്സിൽ ചെയ്യണം. ആര് ജയിക്കും, എത്ര ഗോൾ എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ പറയാണ്. അപ്പോ എന്തായിരിക്കും നാളത്തെ ബെർണബോയിൽ സംഭവിക്കാൻ പോകുന്നത്? റയൽ മാഡ്രിഡിനാണോ സംഭവിക്കാൻ പോകുന്നത്, അതോ ബായൺ മ്യൂണിക്കാണോ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറയാം റിയാനോ? അപ്പൊ നാളത്തെ കളിയിൽ ബെർണബോയിൽ എന്ത് സംഭവിക്കും? റയൽ മാഡ്രിഡിൽ എന്ത് സംഭവിക്കും? ബായൺ മ്യൂണിക്കിൽ എന്ത് സംഭവിക്കും? ആർക്കാണ് സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് പറയുന്നില്ല. ഞാൻ നിൽക്കാൻ പോണ സൈഡ് എന്തായാലും ബായൺ മ്യൂണിച്ച് ബെർണബോയിൽ വന്നിട്ട് ഒരു കിഡ്ലം പെർഫോമൻസ് ആണെങ്കിലും അതിലൊരു സംശയമില്ല. പക്ഷെ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് പ്ലെയേഴ്സിന് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്ന റയൽ മാഡ്രിഡ് ആയിരിക്കും എന്റെ സൈഡിൽ. അപ്പൊ നിങ്ങൾ ആരുടെ സൈഡാ? അപ്പൊ നീ പറയുന്നത് നാളെ റയൽ മാഡ്രിഡ് ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. എന്റെ അഭിപ്രായത്തിൽ നാളെ ഇതുവരെയുള്ള ചരിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2012 മുതലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബായൺ മ്യൂണിക്ക് ബെർണബോയിൽ വന്നിട്ട് വിജയിക്കാൻ അങ്ങനെ കഴിഞ്ഞിട്ടില്ല. ഏതോ ഒരു കളി മാത്രം സമനില, ബാക്കിയുള്ള കളികളൊക്കെ പരാജയമാണ്. 4-1 ഏറ്റവും വലിയൊരു മാർജിനിൽ പരാജയപ്പെട്ടത്. പക്ഷെ നാളത്തെ മത്സരത്തിൽ എന്റെ കാഴ്ചപ്പാടില് ബായൺ മ്യൂണിക്കാണ് ജയിക്കാൻ. കാരണം എനിക്ക് ബായൺ മ്യൂണിക്ക് തീരെ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നാലും എന്തോ തോന്നല് നാളത്തെ അവരുടെ ബായൺ മ്യൂണിക്കിന്റെ സീസണിൽ ഒരു ഫോമും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ബായൺ മ്യൂണിക്കാണ് എനിക്ക് കുറച്ചുകൂടെ അങ്ങനെയോ. അപ്പൊ നീ 2 വർഷം നിൽക്കുന്നില്ല. എന്റെ ഒരു കാഴ്ചപ്പാടില് നാളത്തെ മത്സരത്തിൽ 3-2 ബായൺ മ്യൂണിക്ക് ജയിക്കുന്നതാണ് നല്ലൊരു കിട്ടിയ മത്സരമായിരിക്കും. എന്താ പറഞ്ഞാൽ ബെർണബോയിലാണ് ബായൺ മ്യൂണിക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടേ കളിക്കുള്ളൂ. എന്താ പറഞ്ഞാൽ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പറ്റിയുള്ള ഒരു അബദ്ധങ്ങളൊന്നും പറ്റുന്നത് പറഞ്ഞിട്ട് ബായൺ മ്യൂണിക്ക് സ്കോർ ഡെപ്തും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിടി റയൽ മാഡ്രിഡിനെക്കാളും ഒരു പിടി മുന്നിൽ തന്നെ നിൽക്കുന്നത്. പക്ഷെ റയൽ മാഡ്രിഡ് ആണ്, ഇത് UCL ആണ്. അത് മാത്രമേ പറയാനുള്ളൂ. അവിടെയാണ് കാര്യങ്ങളുടെ ഒക്കെ ഇങ്ങനെ തിരിയലും കാര്യങ്ങൾ. പക്ഷെ ഈ ഫസ്റ്റ് റൗണ്ടിലെ കാര്യമല്ല നടക്കുന്നത്. സെക്കൻഡ് റൗണ്ട് മത്സരങ്ങള് അതെ ബായൺ മ്യൂണിക്കിന്റെ ഹോം ഗ്രൗണ്ടായ അലിയാൻസ് അരീനയിൽ പോയി നടക്കാൻ പോകുന്നത്. അത് റയൽ മാഡ്രിഡിന് കടികട്ടിയായിരിക്കും. അപ്പൊ ഇവിടെ ഒരു 2 ഗോളിന്റെ മാർജിനിലെങ്കിലും ജയിച്ചാൽ മാത്രമാണ് അവർക്ക് അതെ ഒന്ന് പൊരുവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് കയ്യിൽ പോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ലാസ്റ്റ് മത്സരത്തിന്റെ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടിട്ടാണ് അവർ വരുന്നത്. പക്ഷെ ഇതിനു മുമ്പ് നീ നോക്കണം, റയൽ മാഡ്രിഡ് സിറ്റിക്കെതിരെയുള്ള മത്സരം നടക്കുന്നതിന് മുമ്പും പരാജയപ്പെട്ടിട്ടാണ് വരുന്നത്. അവന്റെ സ്ക്വാഡിൽ ഒരുപാട് പേര്, സ്ക്വാഡിൽ ബെല്ലിഹാം ഇല്ല, റോഡ്രിഗർ ഇല്ല, അതേപോലെ തന്നെ എംബാപ്പ ഇല്ല, അങ്ങനെ ഒരുപാട് പേരില്ലാതെ വാൽവർഡിയുടെ ഹാട്രിക്കില് അങ്ങനെ ആ ഫസ്റ്റ് ലെഗിൽ ആ 3-4 ഗോൾ അല്ലെ 4 ഗോളിന്റെ വിജയമൊക്കെ വിജയിച്ചിട്ടാണ് അവര് ഫസ്റ്റ് ലെഗിൽ വന്നത്. സെക്കൻഡ് ലെഗിൽ സിറ്റിയെ പിടിച്ചു കിട്ടിയെന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ അവരിപ്പോ ലാലീഗിൽ എവിടെ കിടക്കുന്നു, ലാലീഗിൽ എന്ത് സംഭവിച്ചെന്നല്ല, മാലാർക്കുമായിട്ട് അവസാന മത്സരത്തിൽ 2-1 പരാജയപ്പെട്ടിട്ടൊക്കെയാണ് ഇപ്പൊ ബാഴ്സലോണയായിട്ട് 7 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ചാമ്പ്യൻസ് ലീഗ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേറെ എനർജി എവിടെ നിന്നോ വരും. അത് ഒരു പ്ലെയർ ആയിക്കോട്ടെ, ഒരു ടീം ആയിക്കോട്ടെ, എങ്ങനെയാണ് പ്രകടിപ്പിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ബായണിന്റെ കാര്യം എന്താണ് അവസ്ഥ? ബായണിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മത്സരം 81-ാം മിനിറ്റ് വരെ, ലാസ്റ്റ് 9 മിനിറ്റ് വരെ 2-0 പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളെ സേവിയർ ആയിട്ട് ലെനാർഡ് കാർഡ് വന്ന് 2 അസിസ്റ്റ് ബിഗ് ഓഫിന് കൊടുത്തു. പിന്നീട് 2 ഗോളും ബിഗ് ഓഫ് അടിച്ചതിന് ശേഷം നമ്മളെ ലെനാർഡ് കാള് ഈ 2 അസിസ്റ്റ് കൊടുത്ത ലെനാർഡ് കാള് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഫൈനൽ ഗോൾ പൂർത്തിയാക്കി. അത് റയൽ മാഡ്രിഡ് ഫാൻസിന്റെ വാക്കിൽ പറയുന്നത് റമോണ്ടാള തന്നെ പറയണം. അത് ഭയങ്കരമാണ്. എന്താ പറയുക, 81-ാം മിനിറ്റ് വരെ 2-0 എതിർ ടീം ജയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അവര് ഒരിക്കലും പ്രതീക്ഷയില്ല ഈ തിരിച്ചു വരവ്. 90+ മിനിറ്റുകൾ 81-ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ അടിക്കുന്നത്. പിന്നെ 90+2-ലും 90+6-ലും 2 ഗോളുകൾ അടിച്ച് ജയിക്കാണ്. സമനില പോലല്ല, 3-2 വിജയിക്കാണ്. പിന്നെ ഈ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ വമ്പൻ ഗോൾ സ്കോറിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. ബാഴ്സലോണയെ പോലെ 300 ഗോൾ അവര് ഈ സീസണിൽ ഇപ്പൊ 300 ഗോൾ അടിച്ചിട്ടുണ്ട്. 82 മത്സരങ്ങൾ, അങ്ങനെ 100-something മത്സരങ്ങളിൽ 300 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗോൾ അടിക്കാൻ ഒട്ടും മടിയില്ലാത്ത ടീമുകൾ, അതേപോലെ ഭയങ്കര ഡിഫൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് എടുക്കാനുള്ള 2 ടീമാണ് എന്റെ അഭിപ്രായത്തിൽ ആഴ്സണലിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നതാണ് ബായൺ മ്യൂണിക്ക്. ഇവർ 2 കാര്യങ്ങളും ടോപ്പ് ലെവലിലാണ്. പക്ഷെ ആഴ്സണൽ ഇപ്പൊ അവസാനമായപ്പോ അവരുടെ മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു ഫൈനലിൽ പുറത്തായി കരബാവ് കപ്പിന്ന്. ഇപ്പൊ സെമി ഫൈനലിൽ FA കപ്പിലും പുറത്തായിട്ടുണ്ട്. അപ്പൊ 2 കളി, അത് FA കപ്പിൽ പുറത്തായത് ആരുടെ കൂടെയാണ്? സദേർട്ടം FC-യോട് കൂടെ 2-1 സൗത്താംപ്ടണിന്റെ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആഴ്സണലിന്റെ കാര്യം. അപ്പൊ ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗിന് ഇനി എത്രത്തോളം മുന്നോട്ട് പോയപ്പോ ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഇത് വന്നപ്പോ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആഴ്സണൽ തന്നെയാണ്. 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബായൺ മ്യൂണിക്ക്, 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ബാഴ്സലോണ, 4-ാം സ്ഥാനത്ത് PSG, 5-ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ്, 6-ാം സ്ഥാനത്ത് ലിവർപൂൾ. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാല്
ഈ ആഴ്സണലിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവര് അവസാനമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണി വായിക്കും. ഇപ്പൊ സ്പോർട്ടിംഗ് സിപി ആണ് നാളെ, സ്പോർട്ടിംഗ് സിപിന്റെ ഹോം ഗ്രൗണ്ടാണ്. സ്പോർട്ടിംഗ് സിപി എന്തായാലും നല്ലൊരു ഫൈറ്റ് കൊടുക്കും. ബോർഡോ ഗ്ലിമിറ്റിനെതിരെ 3-0 പരാജയപ്പെട്ട് നിൽക്കുന്ന രണ്ടാം ലെഗില് അവര് ബോർഡോ ഗ്ലിമിറ്റ് സ്പോർട്ടിംഗ് സിപ്പിന്റെ ഗ്രൗണ്ടിൽ വന്നപ്പോ ചരിത്രമാണ്. 5-0 ഒരു കംബാക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി കംബാക്ക് അടിച്ചിട്ടാണ് അവര് ഇപ്പൊ എത്തിയിരിക്കുന്നത് ഇവിടെ. ആരും പ്രതീക്ഷിക്കാത്ത ഗ്രൂപ്പ് സ്റ്റേജിൽ ഇവര് വമ്പന്മാരെ പരാജയപ്പെടുത്തുന്നത് ആരും അറിയോ? PSG 2-1 പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വലിയ മത്സരങ്ങളൊന്നും അവർക്ക് എന്താണ് അറ്റ്ലാന്റിയും അങ്ങനെയുള്ള ടീമുകളൊക്കെയാണ്. PSG ആയിരുന്നു വലുത്. PSG 2-1 അവസാന മിനിറ്റിലാണ് PSG പരാജയപ്പെടുത്തുന്നത്. അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ബയൺ മ്യൂണിക്ക് നാളെ നല്ലൊരു ഫൈറ്റ് കൊടുക്കും. എന്താണ് പിന്നെ പറയാൻ പറ്റില്ല. ബയൺ മ്യൂണിക്കാണ് അവരും എഴുത്തള്ളാൻ പറ്റാത്തൊരു ടീമാണ്. ഗോൾ മെഷീൻ ആബ്സെന്റ് ആയിരിക്കും. ഹാരി കെയ്ന് പരിക്കാണ്. പക്ഷെ നാളത്തെ കളിയിൽ എത്രത്തോളം തിരിച്ചു വരും ബയൺ മ്യൂണിക്ക് ഇതേപോലെ റൂമറുകൾ വരുന്നുണ്ട്. ഹാരി കെയ്ൻ ട്രെയിനിങ് ജോയിൻ ചെയ്തു. നാളെ ചിലപ്പോൾ ട്രാവൽ എന്നൊക്കെ പറയുന്നു. മഡ്രിഡിലേക്ക് ട്രാവൽ ചെയ്യും. പക്ഷെ കളിക്കാൻ ചാൻസ് കുറവാണ്. കളിക്കാൻ കൂടി സെക്കൻഡ് ഹാഫിൽ കുറച്ച് ടൈം കളിക്കാനുള്ള ചാൻസുകളേ ഉള്ളൂ. അപ്പോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും നാളെ ജയിക്കുന്നത്? നാളത്തെ മത്സരത്തിലെ വിജയം അല്ല ഇമ്പോർട്ടന്റ്. നാളത്തെ മത്സരത്തിൽ എത്ര ഗോളുകൾ ലീഡ് ചെയ്യാൻ പറ്റുന്നു അതാണ്. അതെ, അത് രണ്ട് ടീമിന് നിർണ്ണയമാണ്. എന്താ പറയുക, നാളെ ഇപ്പോ റയൽ മാഡ്രിഡ് ഒരു 3-0 ജയിക്കുകയാണെങ്കിൽ 3-0 ജയിക്കുകയാണെങ്കിൽ അവർക്ക് സെക്കൻഡ് ഹാഫിൽ പോയിട്ട് അവിടെ സെക്കൻഡ് ലെഗിൽ പോയിട്ട് അലയൻസ് അരീനയിൽ ഒരു നല്ല ഡിഫൻസും അതേപോലെ തന്നെ മൊത്തം 1-2 ഗോളുകൾ അടിച്ചിട്ട് അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് ഇറങ്ങാം. അതേസമയം നാളെ ബയൺ മ്യൂണിക്കാണ് ലീഡ് നിൽക്കുന്നതെങ്കിൽ നാളത്തെ ലീഡ് ബയൺ മ്യൂണിക്ക് ആണെങ്കിൽ പിന്നെ തീർന്നു. പിന്നെ സെക്കൻഡ് ലെഗിൽ പോയിട്ട് റയൽ മാഡ്രിഡ് തിരിച്ചുണ്ടാവില്ല. അപ്പോ എന്റെ അഭിപ്രായത്തിൽ നാളെ ബയൺ മ്യൂണിക്ക് ജയിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഒരു 3-2 ആയിരിക്കും. നല്ല ടൈറ്റ് മത്സരമായിരിക്കും. റെഹാൻ പറയുന്നു റയൽ മാഡ്രിഡ് ജയിക്കും. എത്ര ഗോളിലേക്ക് ജയിക്കാം? എനിക്ക് റയൽ മാഡ്രിഡ് 2-1 ജയിക്കും. കാരണം നല്ല ടഫ് ഫൈറ്റ് ആയിരിക്കും. രണ്ടുപേരും ഗോൾ അടിക്കാൻ നെറ്റിൽ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോ 2-1, 3-2 നിങ്ങളുടെ ഗോൾ പ്രഡിക്ഷൻ എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ലെഗത്തെ കാര്യം ഞാൻ പറയുന്നത്. ഈ ലെഗിൽ എന്തായിരിക്കും എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒരു സ്റ്റാർട്ടിംഗിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ടീമുകളുടെ സ്റ്റാർട്ടിംഗിൽ നിന്ന് കുറച്ച് പരുക്കുണ്ട്. ഗോൾ കീപ്പറായ റയൽ മാഡ്രിഡിന്റെ ഗോൾ കീപ്പറായ കോർട്ടോ ഇല്ല, റോഡ്രിഗോ ഇല്ല, അതേപോലെ തന്നെ മെൻഡി ഇല്ല. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സേ അവിടെ പരിക്കുള്ളൂ. ബയൺ മ്യൂണിക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോളടി യന്ത്രം എന്ന് പറഞ്ഞാൽ ഹാരി കെയ്ൻ ഇല്ലാത്ത ഒരു ആബ്സെൻസ് നന്നായിട്ടുണ്ട്. സ്കോഡ് നോക്കുകയാണെങ്കിൽ ആദ്യം ജോനസ് ആയിരിക്കും ഗോൾ കീപ്പർ ആയി നിൽക്കുക. പിന്നെ ടോം ബിഷോഫ് ഉണ്ടാവും. പിന്നെ സാനസ്റ്റിക്. ഇവർ രണ്ടുപേരായിരിക്കും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഉണ്ടാവുക. പിന്നെ തായും കിമ്മും ഉണ്ടാവും ഫുൾ ബാക്കുകളായിട്ട് ഡിഫൻസിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഗ്രോക്കെറ്റ്സ ഈ ആളുണ്ടാവും. പിന്നെ പാലോവിച്ച് ഉണ്ടാവും. പിന്നെ നമ്മള് അറ്റാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ലൂയിസ് ഡിയാസ്, ഗുനീറോ, പിന്നെ ലെനാർഡ് കാളും. പിന്നെ ഗോൾ മെഷീൻ ആയിട്ട് ഹാരി കെയ്ൻ ഇല്ലാത്ത കാരണം ഗനാബ്രി ആയിരിക്കും നാളെ കളിക്കാൻ. ഗനാബ്രി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ബയൺ മ്യൂണിക്കിന് ഗോളടി യന്ത്രമാണ്. അപ്പോ നമുക്ക് റയൽ മാഡ്രിഡ് നോക്കിക്കഴിഞ്ഞാല് കോർട്ടോ ഇല്ലാത്തതുകൊണ്ട് ലുനിൻ തന്നെ ആയിരിക്കും ഗോൾ കീപ്പറായിട്ട് നോക്കുക. ഡിഫൻസിൽ റോഡ്രിഗറും ഹിജിസൺ ആയിരിക്കും സെന്റർ ബാക്കുകളായിട്ട് ഉണ്ടാവുക. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കുകയാണെങ്കിൽ ഫാൻഗാസിയും അതേപോലെ തന്നെ അർണോൾഡ് ആയിരിക്കും ഉണ്ടാവുക. മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 4-4 പോവുക. അപ്പോ ഷോമിൻ ഉണ്ടാവും, ആർദുഗുലാർ ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ തിയാഗോ, പുതിയ കളിക്കാരനായിട്ടുള്ള തിയാഗോ ഉണ്ടാവും, വാൽവേർഡെ ഉണ്ടാവും. വാൽവേർഡെ ആ പൊസിഷനിൽ തന്നെ ഉണ്ടാവും. എന്താ പറഞ്ഞാല് സിറ്റിക്കെതിരെ പണി കൊടുത്ത അതേ പൊസിഷനിൽ ഉണ്ടാവും. എംബാപ്പയും വിനീഷ്യസ് ജൂനിയർ ആയിരിക്കും അറ്റാക്കിങ്ങിൽ ഉണ്ടാവുക. അപ്പൊ 4-4-2 എന്ന ഫോർമേഷനിലേക്ക് കളിക്കാൻ പറ്റുക. എംബാപ്പെ സ്ക്വാഡിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ സ്ക്വാഡിൽ എംബാപ്പെ ഇല്ലാത്ത സമയത്ത് 4-5 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റയൽ മാഡ്രിഡ് ജയിച്ചിട്ടുണ്ടായിരുന്നു. എംബാപ്പെ സ്ക്വാഡിലേക്ക് വന്നതും അവസാന മത്സരത്തിൽ പരാജയപ്പെടുകയാണ്. അതേപോലെ അവസാനം എംബാപ്പെ കളിച്ച മത്സരത്തിലും ലാലിഗയിൽ പരാജയമായിരുന്നു. അപ്പോ എംബാപ്പെ ഇനിയിപ്പോ വന്നതുകൊണ്ട് എന്താ പറഞ്ഞാല് റയൽ മാഡ്രിഡിന്റെ കളിയിൽ ഒരു വിധമുള്ള കളികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് എംബാപ്പെ സ്കോർ ചെയ്യുന്നു, അവിടെ കോർട്ടുവ ഗോൾ തടുക്കുന്നു. ഈ രണ്ട് ഇതിലാണ് റയൽ മാഡ്രിഡ് ഇതുവരെ ഇവിടെയൊക്കെ എത്തി നിൽക്കുന്നത്. ഈ ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ. അതേപോലെ തന്നെ ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ പറഞ്ഞാൽ അവസാനമൊക്കെ അവര് പലതരം ഇപ്പൊ വാൽവേർഡെ കളിച്ചിട്ടുണ്ട്. അതേപോലെ ലാലിഗയ്ക്ക് നോക്കുകയാണെങ്കിൽ എംബാപ്പയുടെയും കോർട്ടുവയുടെയും പ്രകടനം തന്നെയാണ് ആ ലാലിഗയിൽ ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ ലാലിഗ ഏകദേശം കയ്യാലപ്പുറത്തുനിന്നുള്ള കാര്യമൊക്കെ സ്ഥിതിയാണ്. പക്ഷെ ചാമ്പ്യൻസ് ലീഗിൽ എന്തായാലും പൊരുതും. ബയൺ മ്യൂണിക്ക് ആണെന്നുള്ള കാര്യം. ബയൺ മ്യൂണിക്കിന് മറികടന്ന് വരുന്ന അടുത്ത മത്സരം സെമിഫൈനലിൽ PSG ആണ് വരാൻ പോകുന്നതാണ്. അപ്പൊ എന്തായിരിക്കും നാളത്തെ മത്സരത്തിന്റെ ഒരു പ്രഡിക്ഷൻ നിങ്ങളുടെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആഴ്സണൽ വേഴ്സസ് സ്പോർട്ടിംഗ് സിപി ഈ മത്സരത്തെ കുറിച്ച് എന്താ പറയുന്നത് പറഞ്ഞാൽ എന്താണ്, ആര് ജയിക്കും, എങ്ങനെയാണ് നാളത്തെ കളിയെ കുറിച്ച്? എനിക്കുണ്ട് സ്പോർട്ടിംഗ് സിപ്പിന്റെ ഹോമുള്ള വിട്ട് ആഴ്സണൽ നല്ലോണം പണി കൊടുക്കുന്നതുണ്ട്. കാരണം ആഴ്സണലിന്റെ സ്കോഡിൽ ചിലവർക്ക് ഇഞ്ചുറി ആയിരുന്നാൽ പോലും ഇഞ്ചുറി ഒരുപാട് പേർക്ക് ഉണ്ട്. ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ ശേഷം നാളെ സാക്ക കളിക്കില്ല എന്ന് പറയുന്നുണ്ട്, ട്രിമ്മർ കളിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ സെന്റർ ബാക്കിൽ ആരൊക്കെ ആയിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ കളിന്റെ സെന്റർ ബാക്ക് ഡിഫൻസിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് കഴിഞ്ഞ കളിയിൽ ഒരു FA കപ്പിൽ പുറത്തായത്. അമ്മാതിരി ഡിഫൻസ് ആയിരുന്നു. എന്തായാലും റയ ആയിരിക്കും ഗോൾ കീപ്പർ എന്നുള്ള ഒരു സമാധാനം മാത്രം ഉള്ളത്. അപ്പൊ എന്തായിരിക്കും നാളത്തെ കളിയിൽ? നാളത്തെ കളി നോക്കണമെങ്കിൽ എന്തായാലും ആഴ്സണൽ അവന്റെ ഹോം ഗ്രൗണ്ട് പോയിട്ട് അവന് പരാജയപ്പെടുത്തുന്ന ഏകദേശം ഉറപ്പാണ്. സ്പോർട്ടിംഗ് സിപി ജയിക്കുന്ന പറയുന്നത് അല്ല,
ആഴ്സണൽ ജയിക്കുന്നു. ആഴ്സണൽ ജയിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ നാളെ സ്പോർട്ടിംഗ് ഗ്രൗണ്ടിൽ ആഴ്സണൽ പരാജയപ്പെടും 2-1. ഓരോന്നും പറയട്ടെ, 2-1 സ്പോർട്ടിംഗ് സിപി നാളെ ആഴ്സണൽ ഫാൻസ് ഒക്കെ വന്ന് അത് പൊരിക്കുന്നല്ല, നമ്മള് ഒരു പ്രഡിക്ഷൻ പറയല്ലോ. ഇത് എന്താണിത്, നീ പറ എന്താ ആഴ്സണൽ ജയിക്കും? എത്ര ഗോളുണ്ട്? 3-2 ആഴ്സണൽ ജയിക്കുന്ന പറയുന്നത്. 3-1. അപ്പൊ സ്പോർട്ടിംഗ് സിപി ഒരു ഗോൾ അടിക്കുന്ന ഹോം ഗ്രൗണ്ടില്. എന്റെ മോനെ പച്ച കടലാണ് അവിടെ ഇങ്ങനെ പോർച്ചുഗൽ ഇങ്ങനെ നിന്ന് കത്തിക്കുന്ന ഗ്രൗണ്ടാണിത്. ആഴ്സണൽ മൊത്തം പരിക്കില കിടക്കുന്നത്. ജയിക്കുന്ന പറയും 3-1 കണ്ടതന്നെ, നമുക്ക് കണ്ട നാളത്തെ എന്തായാലും കളി കഴിഞ്ഞിട്ട് കാണാലോ. അപ്പൊ നാളെ ഏത് കളി കാണുക? റയൽ മാഡ്രിഡിന്റെ കളിയാണോ അതോ മറ്റേ ഇതിന്റെ കളിയാണോ? ഞാൻ എന്തായാലും റയൽ മാഡ്രിഡിന്റെ കളി തന്നെ കാണാം. അത് പിന്നെ എല്ലാവരും ഇപ്പൊ നാളെ അതിന്റെ പിന്നാലെ തന്നെ ആയിരിക്കും. ഇതേപോലെ ഇന്നലെ ബാഴ്സലോണ അത്ലറ്റിക് മാഡ്രിഡിന്റെ കളി ഉണ്ടായിരുന്നു. അത് കാണുന്ന സമയത്താണ് ആഴ്സണലിന്റെ കളി ബാക്കിൽ നടക്കണ്ടായിരുന്നു. ആഴ്സണൽ സിംപിളായിട്ട് ജയിക്കുന്ന FA കപ്പിൽ. പക്ഷെ കളി കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നു 2-1 ആഴ്സണൽ തോറ്റ് പുറത്തായത് FA കപ്പ്. ആകെ നെട്ടിപ്പോയി. അതേപോലെ ആവുമെന്ന് എനിക്ക്. പക്ഷെ സെക്കൻഡ് ഹാഫില് ഇപ്പൊ നാളത്തെ കളിയിൽ എന്തായിക്കോട്ടെ, പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആഴ്സണൽ എന്താണ് ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ട് എമിറേറ്റ്സിലാണ് കളി നടക്കാൻ പോകുന്നത്. അപ്പൊ എമിറേറ്റ്സ് വന്നിട്ട് സ്പോർട്ടിംഗ് സിപിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് അവര് അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ നാളത്തെ മത്സരത്തിൽ സ്പോർട്ടിംഗ് സിപി എന്തായാലും പൊരുതും. അവർ പൊരുതിയിട്ട് തന്നെ പുറത്താവുള്ളൂ എന്നുള്ള കാര്യം. എന്താ പറഞ്ഞാൽ അവസാന മത്സരം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവർ PSG കളിച്ച കളി കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ബോഡോ ഗ്ലിംറ്റിനെതിരെ അവർ ഹോം ഗ്രൗണ്ടിൽ എമ്മാതിരി കമ്പാക്ക് നടത്തുന്ന അറിയാലോ. അപ്പോ രണ്ടാളും എതിരാണ്. അവിടെ റയൽ മാഡ്രിഡ്, ഇവിടെ മാൻ മ്യൂണിക്ക്, അവിടെ ആഴ്സണൽ, ഇവിടെ സ്പോർട്ടിംഗ് സിപി. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നാളത്തെ ആഴ്സണൽ വിഷസ് സ്പോർട്ടിംഗ് സിപി മത്സരം ആര് ജയിക്കും, എത്ര ഗോൾ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലും പറയാന്ന് പറഞ്ഞാൽ സ്പോർട്ടിംഗ് സിപിയുടെ ഒരുപാട് പ്ലേയേഴ്സിനെ കുറിച്ചൊന്നും വലുതായിട്ട് നമുക്ക് ധാരണയില്ല. കുറച്ച് പ്ലേയേഴ്സിനെ മാത്രമേ അറിയുള്ളൂ. അതേപോലെ തന്നെ ആഴ്സണലിന്റെ നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റില്ല. ആരൊക്കെ കളിക്കും ആരൊക്കെ കളിക്കില്ല നാളത്തെ സ്റ്റാർട്ടിങ്ങിലും വന്നാൽ മാത്രം അറിയാൻ പറ്റുള്ളൂ. ആഴ്സണൽ ഞാൻ പറഞ്ഞില്ല സെക്കൻഡ് റൗണ്ടിലേക്ക് സെമിഫൈനലിലേക്ക് എത്തുന്നുള്ള കാര്യം പറഞ്ഞു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആഴ്സണൽ ഇപ്പോ FA കപ്പ് പോയി, കരബാവോ കപ്പ് പോയി, ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഉള്ളൂ, ചാമ്പ്യൻസ് ലീഗ് ഉള്ളൂ. 5 മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് 5 മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കുക. 7 മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കുക. 7 മത്സരം ജയിക്കണമെന്നില്ല, അതിലൊരു 5 ജയിച്ചാൽ തന്നെ അവർക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തൂക്കാന്നുള്ള കാര്യമാണ്. അത് ഇത്തിഹാദില് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള മത്സരം വരാൻ പോകുന്നതിന് അടുത്ത് അതില് നിർണായകമാണ് ആ ഒരു മത്സരം. എന്താ പറഞ്ഞാല് ഇപ്പോ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ 9 പോയിന്റ് ലീഡൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ. നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു കളി കുറവാണ് മാഞ്ചസ്റ്റർ സിറ്റി കളിച്ചിട്ടുള്ള. ആ കളി മാഞ്ചസ്റ്റർ സിറ്റി കളിച്ച് ജയിച്ചു വരികയാണെങ്കിൽ 6 പോയിന്റ് വ്യത്യാസമാവും. ഇനി ഇത്തിഹാദിൽ നടക്കുന്ന മത്സരത്തിൽ ആഴ്സണൽ ജയിക്കുകയാണെങ്കിൽ വീണ്ടും 6-3 9 പോയിന്റിന്റെ ലീഡാവും. അതല്ല സിറ്റിയാണ് ജയിക്കുന്നതെങ്കിൽ ആഴ്സണൽ 3 പോയിന്റ് ലീഡിലെത്തും. അപ്പൊ 3 പോയിന്റ് ലീഡായി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ കളി എങ്ങാനും തോറ്റു കഴിഞ്ഞാൽ സമനിലയാവും. പിന്നെ ഗോൾ ശരാശരിയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രഷറാവും. അവസാനമാകുമ്പോൾ കാലം കൊണ്ട് ഉടയ്ക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അതൊന്നും ഇല്ലാതെ ഇത്തിഹാദിൽ ജയിക്കാൻ പറ്റുന്ന ആശംസയുള്ളൂ. എന്താ പറഞ്ഞാൽ ആഴ്സണൽ ഈ സീസണിൽ ഒരു കപ്പടിക്കണം. അത് ഇനി ഉള്ളത് ചാമ്പ്യൻസ് ലീഗിനേക്കാളും എളുപ്പം അവർക്ക് അടിക്കാൻ പറ്റും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ്. അപ്പൊ അത് അടിക്കാൻ വേണ്ടി കാത്തിരിക്കുക. എന്താ പറഞ്ഞാൽ ഈ സീസണിൽ ഒരു കപ്പടിച്ചില്ലെങ്കിൽ അവർക്ക് ഈ ഒരു സ്ക്വാഡും ഈ ഒരു കോച്ചിനെയും വെച്ച് കപ്പടിച്ചില്ലെങ്കിൽ ഇനി അടുത്ത കാലത്തൊന്നും അവർക്ക് കപ്പ് കിട്ടില്ല എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോ ഇതൊക്കെയാണ് ആഴ്സണലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്.